ഇന്നത്തെ നമ്മുടെ മെനുവിലുള്ളത് അരിപ്പായസമാണ്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. അരിപ്പായസത്തിന് ആദ്യമായി വേണ്ടത് 2 കപ്പ് കുത്തരിയുടെ നുറുക്കരി. ഇത് നമുക്ക് കടകളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നീട് വേണ്ടത് 300 ഗ്രാം ശർക്കര 2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി അരിച്ചെടുത്തതാണ് ഇവിടെ ഇരിക്കുന്നത്. ഇനിയും ആവശ്യമുള്ളത് ഒരു തേങ്ങയിൽ നിന്നെടുത്ത തേങ്ങാപ്പാലാണ്. അതിൽ ചെറിയ ഡിഷിലിരിക്കുന്നത് 1-ാം പാലും വലിയ ഡിഷിലിരിക്കുന്നത് 2ഉം 3ഉം പാലാണ്. പായസത്തിൽ ചതച്ച് ചേർക്കാനുള്ള സാധനങ്ങളാണ് ഇടതുവശത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ചുക്ക്, 1 അഞ്ചെട്ട് ഏലക്ക. ഇത് ചതച്ച് പായസത്തിൽ ചേർക്കണം. വലതുവശത്ത് നെയ്യിൽ വറുത്തിടാനുള്ള സാധനങ്ങളാണ് തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരി. പായസത്തിൽ വറുത്തിടാനുള്ള സാധനങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി. നുറുക്കരി പാത്രത്തിലിട്ട് 3 കപ്പ് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. നുറുക്കരി നന്നായി വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് പായസം വയ്ക്കാനുള്ള ഉരുളിയിലേക്ക് മാറ്റി വയ്ക്കാം. പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന 2-ാം പാലും 3-ാം പാലും ഇതിലേക്ക് നമുക്ക് ഒഴിക്കാം. സ്റ്റൗ ഓണാക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് അല്പനേരം അതിനകത്ത് കിടന്ന് തിളച്ച് വെന്ത് വറ്റട്ടെ. തേങ്ങാപ്പാലിൽ കിടന്ന് 5 മിനിറ്റോളം തിളച്ചു. ഇനി നമുക്കിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ഒഴിക്കാം. ശർക്കരയിൽ കിടന്ന് കുറച്ച് നേരം തിളച്ച് പറ്റട്ടെ. ഏതാണ്ട് 5-8 മിനിറ്റ് കൊണ്ട് ശർക്കരയിൽ കിടന്ന് വറ്റി ഈ പാകത്തിൽ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞു വെച്ച തേങ്ങാപ്പാല് 1-ാം പാൽ ഒഴിക്കാം. അതിലേക്ക് 1-ാം പാൽ ഒഴിക്കുന്നു. ഇളക്കി ഒരു 2-3 മിനിറ്റ് ഇതിൽ കിടക്കുക. ചതച്ച് വെച്ചിരിക്കുന്ന ചുക്കും ജീരകവും ഏലക്കായും ഇതിലേക്ക് വിതറുന്നു. അതിനുശേഷം നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ഉണക്കമുന്തിരിയും അതിലേക്കിടുന്നു. അതിനോടൊപ്പം വന്ന നെയ്യും അതിലേക്ക് ഒഴിക്കുന്നു. നമ്മുടെ അരിപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെർവ് ചെയ്യാൻ പാത്രത്തിലേക്ക് ഒഴിക്കാം.